ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ മുഖം തുറന്നു കാട്ടാനും കൊളംബിയയിൽ എത്തിയ ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന് നിരാശ. ശശി തരൂർ MP നേതൃത്വം നൽകുന്ന കേന്ദ്ര പ്രതിനിധി സംഘമാണ് കൊളംബിയയുടെ നിലപാടിൽ നിരാശ പങ്കുവച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് പകരം ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാനിൽ ഉണ്ടായ ജീവഹാനിയിലാണ് കൊളംബിയ അനുശോചനം അറിയിച്ചത്. മെയ് 29-നാണ് ശശി തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പാർലമെന്ററി പ്രതിനിധി സംഘം കൊളംബിയയിൽ എത്തിയത്. ഇന്ത്യൻ സംഘത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് കൊളംബിയ അനുശോചനം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയെന്നോണം പാകിസ്ഥാനിലെ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടപ്പാക്കിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. കൊളംബിയയ്ക്ക് ശക്തമായ മറുപടിയാണ് ശശി തരൂർ നൽകിയത്. തീവ്രവാദികളെ അയക്കുന്നവരും സ്വയം പ്രതിരോധിക്കുന്നവരും ഒരുപോലെ അല്ലെന്ന് ശശി തരൂർ പറഞ്ഞു. ഭീകരതയുടെ ഇരകളോട് അനുഭവം പുലർത്തുന്നതിനു പകരം തീവ്രവാദികളെ അയച്ചവരോട് സഹതാപം പുലർത്തുന്ന കൊളംബിയൻ സർക്കാരിൻ്റെ പ്രതികരണത്തിൽ ഞങ്ങൾ നിരാശരാണെന്ന് ശശി തരൂർ വ്യക്തമാക്കി. ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം മാത്രമാണ് ഉപയോഗിച്ചത്. ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയുമായി വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കൊളംബിയ ഭീകരാക്രമണത്തെ നേരിടുന്നതുപോലെ 4 പതിറ്റാണ്ടായി ഞങ്ങളും ആക്രമണങ്ങളെ നേരിടുകയാണ്. ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടമെന്ന് ശശി തരൂർ വ്യക്തമാക്കി. പ്രതിരോധം എന്നത് ഏറ്റവും വിനീതമായ വാക്കാണ്. പാകിസ്ഥാൻ ആയുധങ്ങൾ പ്രതിരോധത്തിനല്ല മറിച്ച് ആക്രമണത്തിനാണ് ഉപയോഗിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് വിതരണം ചെയ്യുന്ന ആയുധങ്ങളുടെ 81% ചൈനയിൽ നിന്നാണെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-ത്വയ്ബ ഭീകര സംഘടനയുടെ ഭാഗമായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടന ആക്രമണത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഭീകരാക്രമണം സ്പോൺസർ ചെയ്തത് പാകിസ്ഥാൻ ആണെന്നതിൻ്റെ എല്ലാ തെളിവുകളും ഇന്ത്യൻ സർക്കാർ പക്കലുണ്ടെന്നും MP ആവർത്തിച്ചു. പനാമയും ഖയാനയും സന്ദർശിച്ച ശേഷമാണ് തരൂരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കൊളംബിയയിൽ എത്തിയത്. തലസ്ഥാനമായ ബൊഗോട്ടയിലാണ് സംഘം താമസിക്കുന്നത്. കൊളംബിയയിലെ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ, മാധ്യമപ്രവർത്തകർ എന്നിവരുമായി പ്രതിനിധി സംഘം സംസാരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യൻ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തമാക്കാൻ 7 പ്രതിനിധി സംഘത്തെയാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചത്. 33 രാജ്യങ്ങളാണ് 7 പ്രതിനിധി സംഘങ്ങൾ സന്ദർശിക്കുന്നത്. അതിൽ ഒന്നാണ് ശശി തരൂർ MP നേതൃത്വം നൽകുന്ന സംഘം. 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. മെയ് 7-ന് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകരകേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയെ തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയിരുന്നു. അതേസമയം പനാമയിലെ തൻ്റെ പ്രസ്താവനയെ പരിഹസിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയുമായി പാർട്ടി പ്രവർത്തക സമിതി അംഗവും MP-യുമായ ശശി തരൂർ അടുത്ത കാലത്തെ ഭീകരാക്രമണങ്ങൾക്ക് നൽകിയ തിരിച്ചടികളെക്കുറിച്ചാണ് സംസാരിച്ചതെന്നും നേരത്തെ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചല്ലെന്നും തരൂർ വ്യക്തമാക്കി. വിമർശനങ്ങളും ട്രോളുകളും തുടരാമെന്നും തനിക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും കുറിച്ച തരൂർ പാർട്ടിയിലെ ചിലരുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന സൂചനയാണ് നൽകുന്നത്. അതേസമയം ഇത് വിവാദമാക്കാൻ ഇല്ലെന്ന പ്രതികരണമാണ് KC വേണുഗോപാൽ നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പനാമയിലെ തൻ്റെ പ്രസ്താവനകളെ പരിഹസിച്ച നേതാക്കളെ ആവേശക്കാരെന്ന് പരിഹസിച്ചുകൊണ്ടാണ് തരൂരിൻ്റെ മറുപടി. താൻ സംസാരിച്ചത് മുൻ യുദ്ധങ്ങളെക്കുറിച്ചല്ല, ഈ അടുത്ത കാലത്ത് നടന്ന ഭീകരർക്കെതിരായ നടപടികളെക്കുറിച്ചാണ്. നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നേരത്തെയുള്ള നടപടികൾ നിയന്ത്രിതമായിരുന്നു. തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കാനുള്ള വിമർശനങ്ങളും ട്രോളുകളും തുടരാം. തനിക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും തരൂർ Xൽ കുറിച്ചു. തന്നെ പരിഹസിച്ച് ചില കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനയ്ക്ക് പാർട്ടി നേതൃത്വം പിന്തുണ നൽകിയത് ശശി തരൂരിന് കടുത്ത അതൃപ്തിയുണ്ട്. ഗൗരവ് ഗൊഗോയ് ഒഴിയുന്ന ലോക്സഭ ഉപനേതാവ് പദവി നൽകാതിരിക്കാനാണ് വിവാദം ഉണ്ടാക്കുന്നതെന്ന് തരൂരുമായി അടുത്ത വൃത്തങ്ങൾ കരുതുന്നു. ജയറാം രമേശ് അടക്കമുള്ള തരൂരിനെതിരായ പ്രസ്താവന ഏറ്റെടുത്തിരുന്നു. തരൂർ പറയുന്നത് പാർട്ടി നയമല്ലെന്ന് സ്ഥാപിക്കാൻ പാർട്ടി തന്നെ മുന്നിട്ടിറങ്ങുന്നതോടെ തർക്കം മുറുകുകയാണ്. തരൂരിന് വിശദീകരണം ചോദിച്ചുള്ള നോട്ടീസ് നൽകണം എന്ന് നേതൃത്വത്തിൽ ഒരു വിഭാഗം വാദിക്കുന്നു.
തരൂർ പറയുന്നത് കള്ളമാണെന്നും കോൺഗ്രസിനെതിരായ ഗൂഢാലോചനയാണിതെന്നും ഉദിത് രാജ് ഇന്നും വിമർശനം കടുപ്പിച്ചു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള നടപടികളെ തരൂർ അപമാനിച്ചു. മോദിയെ പുകഴ്ത്തുന്നത് തുടർന്നോളൂ, പക്ഷേ തെറ്റുപറ്റിയെന്ന് തരൂർ സമ്മതിക്കണമെന്നും ഉദിത് രാജ് പറഞ്ഞു. അതേസമയം തരൂരിന്റെ പ്രസ്താവനയെ ചൊല്ലി നേതാക്കൾക്കിടയിൽ ഭിന്നതയില്ലെന്നും പറഞ്ഞ കെ.സി. വേണുഗോപാൽ കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണെന്നും പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി ഇതിനിടയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു. ശശി തരൂർ വിദേശത്ത് പോയി രാജ്യത്തിനെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് അദ്ദേഹം ചോദിച്ചു. സർവകക്ഷി പ്രതിനിധി സംഘത്തിനെതിരായി കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ സൂപ്പർ വക്താക്കളായിട്ടാണെന്നും ബി.ജെ.പി. നേതാക്കൾ വിമർശിക്കുന്നു. ഇനി കൊളംബിയ, ബ്രസീൽ, US എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച് ശശി തരൂർ തിരിച്ചെത്തുമ്പോഴേക്കും പാർട്ടിയുമായുള്ള ബന്ധം കൂടുതൽ ഉലയാനാണ് സാധ്യതയെന്ന് തെളിയുന്നത്.